നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ, കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കടത്തിൽ എന്നിവർ അനുശോചനം അർപ്പിച്ചു. പഴയ ആലുവ മൂന്നാർ റോഡ് സംബന്ധിച്ച തുടർ നടപടികൾക്കായി വനം വകുപ്പിനെ തന്നെ അന്വേഷണ സമിതിയായി നിയോഗിച്ചതിന്റെ വിമർശനവുമായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ സെമിനാർ സംഘടിപ്പിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം താലൂക്കിലെ അടിവാട് ഫുട്ബോൾ മത്സരത്തിനിടെ ഗ്യാലറി തകർന്നവരുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരെ ആന്റണി ജോൺ MLA സന്ദർശിച്ചു. മൂന്നാർ ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് ശോചനീയാവസ്ഥയിൽ. കാലതാമസം വരുത്താതെ ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം. വാർത്തകൾ വിശദമായി. ലോക മനസാക്ഷിയുടെ ശബ്ദമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ. ആധുനിക കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച ആത്മീയ ആചാര്യനായിരുന്നു അദ്ദേഹം. 140 കോടി ക്രൈസ്തവരുടെ മാത്രമല്ല ലോക ജനതയുടെ മുഴുവൻ ആരാധ്യ പുരുഷനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അങ്ങേയറ്റം ആകസ്മികവും ദുഃഖകരവുമാണ്. ഇടുക്കി രൂപതയുടെ അഗാധമായ ദുഃഖം അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും അനുസ്മരണങ്ങളും നടക്കുമെന്നും മാർ ജോൺ നെല്ലിക്കുന്നിൽ പറഞ്ഞു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വിയോഗത്തിൽ ഇടുക്കി രൂപതയിലെ വിശ്വാസി സമൂഹം മുഴുവൻ അനുശോചിക്കുന്നു. ലോകത്തെ മുഴുവൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രത്യേകിച്ച് പാവങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ലോക മനസാക്ഷിയുടെ ശബ്ദമായിരുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ആധുനിക കാലഘട്ടത്തിൽ മാനവരാശി ഏറ്റവും സ്വാധീനിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ നമുക്ക് ഭരമേൽപ്പിക്കാം. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പരിശുദ്ധ പിതാവിന് വലിയ ഇടമുണ്ട്. ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്ക് അനുസ്മരിക്കാം. ഈ രൂപതാ കുടുംബം മുഴുവൻ പ്രത്യേകമായ പ്രാർത്ഥനകളിലൂടെയും അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അനുസ്മരണത്തിലൂടെയും പരിശുദ്ധ പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ്. പഴയ ആലുവ മൂന്നാർ റോഡ് സംബന്ധിച്ച തുടർ നടപടികൾക്കായി വനം വകുപ്പിനെ തന്നെ അന്വേഷണ സമിതിയായി നിയോഗിച്ചതിൽ വിമർശനവുമായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. വനം വകുപ്പിനെ തന്നെ അന്വേഷണ സമിതിയായി നിയോഗിച്ചതിൽ എന്ത് പ്രയോജനമാണുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് MP ആവശ്യപ്പെട്ടു. കോതമംഗലം രൂപത മുൻ പിതാവ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ പോലും കള്ളക്കേസെടുത്ത് ജനകീയ ആവശ്യം സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്ത് തീരുമാനമാണ് ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്നതെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാർച്ച് മാസം 16-ാം തീയതി അവിടെ ഒരു ജനകീയ സമരം ഉണ്ടായി. അവിടെ ആത്മീയ പുരോഗതനായിട്ടുള്ള മുൻ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉൾപ്പെടെ പങ്കെടുത്തു. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. കേസെടുത്തു. ആ കേസെടുത്ത നടപടിക്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായി. വലിയ തോതിലുള്ള ജനരോഷം ആ കാര്യത്തിൽ ആളിക്കത്തി. ഏതായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുഭാവപൂർണമായ ഒരു നടപടിയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ B. രാജീവിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ശ്രീ AK ശശീന്ദ്രൻ മന്ത്രിയും ആ യോഗത്തിലുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കോതമംഗലം MLA ആ യോഗത്തിലുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത ഒരു യോഗമായിരുന്നു അത് എന്ന് മാധ്യമങ്ങൾ വാർത്ത സ്ഥിരീകരിക്കുകയുണ്ടായി. ആ യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് പുറത്തു വന്നിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, കേസ് പിൻവലിക്കാൻ, പോലീസ് എടുത്ത കേസും വനംവകുപ്പ് എടുത്ത കേസും പിൻവലിക്കാൻ വേണ്ടി ഗവൺമെന്റ് ആ യോഗത്തിലൂടെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അക്കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കേസ് പിൻവലിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏതായാലും തെറ്റ് മനസ്സിലാക്കി ഗവൺമെന്റ് എന്ന് ഞാൻ
വിലയിരുത്തിയ. പക്ഷേ ആ പിൻവലിച്ചത് ആരുടെയും ഔദാര്യത്തിലല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതിശക്തമായ സാമൂഹ്യ സമ്മർദ്ദം അക്കാര്യത്തിലുണ്ടായി, ഒരുപാട് പ്രതിഷേധം അക്കാര്യത്തിലുണ്ടായി. അതോടൊപ്പം തന്നെ ഞങ്ങൾ ആരും കേസിനെ ഭയക്കുന്നുമില്ല. ഏതായാലും കേസ് പിൻവലിച്ചു, സ്വാഗതിച്ചു. രണ്ടാമത്തെ കാര്യം, ആ യോഗത്തിലെ തീരുമാനമായി വന്നത് PCF പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീ രാജേഷ് രവീന്ദ്രനെ ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ച് വസ്തുതാപരമായ റിപ്പോർട്ട് നൽകാൻ 3 മാസം സമയം അനുവദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി വിളിച്ചുകൂട്ടിയ ഒരു യോഗമായിരുന്നു അതെങ്കിൽ ആ തീരുമാനമല്ലല്ലോ വരേണ്ടത്. എന്താണിപ്പോൾ ആ കാര്യത്തിൽ പ്രതികരിക്കേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാല് വനംവകുപ്പ് ഒരിക്കൽ പോലും ഈ രാജപാത എന്നുള്ള ആ ഒരു കാര്യത്തെ അംഗീകരിക്കുന്നില്ല. ആ റോഡ് ഒരിക്കലും അവർ തുറന്നു തരില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരുടെ ഓരോ സമീപനം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ കൊടുത്ത ആ സമരം അനൗൺസ് ചെയ്ത് ഞാൻ ആ സമരത്തോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മലയാറ്റൂർ DFOയ്ക്ക് നൽകിയ കത്തിന്റെ മറുപടിയായിട്ട് പോലും അവർ പറഞ്ഞിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ബിഷപ്പിനെതിരെ പോലും കേസെടുത്തത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു മന്ത്രിതല യോഗം കൂടുമ്പോൾ ഈ സാധ്യതകളെ പൂർണ്ണമായി അടച്ചു കളയുന്ന വിധത്തിൽ വനംവകുപ്പിനെ തന്നെ അന്വേഷണത്തിന് ചുമതല ഏൽപ്പിക്കുക, എന്താണ് അതിന്റെ അർത്ഥം? മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് കൊടിയേറി. കോതമംഗലം രൂപത മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ കൊടിയേറ്റി വിശുദ്ധ കുർബാന അർപ്പിച്ചു. നമ്മുടെ തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊടിയേറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. 4 ദിവസത്തെ തിരുനാളാണ് നമ്മുടേത്. 21, 22, 23, 24. അഭിമന്യ പിതാവ് മാർ ജോർജ് പുന്നക്കോട്ടിൽ കൊടിയേറ്റിക്കൊണ്ട് ഈ തിരുനാളിന് തുടക്കം കുറിക്കും. അതിനുശേഷം തിരുസ്വരൂപ പ്രതിഷ്ഠയാണ്, തുടർന്ന് വിശുദ്ധ കുർബാന. നമുക്ക് ഭക്തിപൂർവ്വം ഈ തിരുക്കർമ്മങ്ങൾ പങ്കെടുക്കാം. അനേകം തീർത്ഥാടകർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനിടയാകട്ടെ. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷകളിൽ ഭക്തിപൂർവ്വം പങ്കുകൊള്ളാം. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ സെമിനാർ സംഘടിപ്പിച്ചു. തൊടുപുഴ അർബൻ സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സെമിനാറിന്റെ ഉദ്ഘാടനം തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് CP പ്രിയേഷ് മുഖ്യപ്രഭാഷണം നടത്തി. വിവരസാങ്കേതിക വിദ്യയും സഹകരണ സംഘങ്ങളും എന്ന വിഷയത്തിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ സഹകാരികൾക്കും സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും വകുപ്പ് ജീവനക്കാർക്കും വേണ്ടി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ആധുനിക സാഹചര്യങ്ങളോട് മത്സരിച്ച നവീന ബാങ്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കാൻ സഹകരണ മേഖല മുന്നോട്ട് വരണമെന്നും അതിന് പര്യാപ്തമായ നിലയിലേക്ക് ജീവനക്കാർ മാറണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുതിയ തലമുറയെ ആകർഷിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സംവിധാനങ്ങള് ഇപ്പോഴും പഴയ രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണ് പോകുന്നത്. ഒട്ടനവധി കഴിവുള്ള അല്ലെങ്കിൽ പ്രഗത്ഭരായ ജീവനക്കാരും ഒക്കെ നമുക്ക് സംഘങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾ ഇപ്പോഴും ആ ഒരു പഴയ രീതിയിൽ തന്നെ ചിന്തിക്കുകയും അല്ലെങ്കിൽ പഴയ രീതിയിൽ പോകുന്ന ഒരു സ്ഥിതിയാണോ? ഒരു ദിവസം കൊണ്ട് ഒരു സംഘത്തിനൊന്നും മാറ്റിമറിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതിന് മുൻകൈ എടുക്കേണ്ട സത്യത്തിൽ കേരള ബാങ്ക് തന്നെയാണ് മുൻകൈ എടുത്ത്
പുതിയ സംവിധാനങ്ങളിലേക്ക് വരേണ്ടത്. വളരെ നാളുകളായി നമ്മൾ കേൾക്കുന്ന കാര്യമാണ് നമ്മുടെ ATM സംവിധാനങ്ങളൊക്കെ കേരള ബാങ്ക് നടപ്പിലാക്കും, അത് മുഴുവൻ സംഘങ്ങളെ ഉൾപ്പെടുത്തി ഈ സംവിധാനങ്ങളിലേക്ക് വരുമെന്ന് പറയുന്നു. പക്ഷേ എന്തായാലും അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ഇതുവരെ എത്തിച്ചേരാൻ സാധിച്ചു. സംസ്ഥാന പ്രസിഡന്റ് CP പ്രിയേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഹാക്കിംഗ് ഉൾപ്പെടെയുള്ള ഭീഷണി നിലനിൽക്കുന്നതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സെക്യൂരിറ്റി മേഖലയിൽ സംഘങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് KB റഫീഖ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി UM ഷാജി, സംസ്ഥാന സെക്രട്ടറി റോജോ M ജോസഫ്, ഇടുക്കി ജില്ലാ സെക്രട്ടറി TK നിസാർ, കോട്ടയം ജില്ലാ സെക്രട്ടറി K അജിത്, മുനിസിപ്പൽ കൗൺസിലർ ജോർജ് ജോൺ, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ പ്രതിനിധി R പ്രസന്നൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം താലൂക്കിലെ അടിവാട് ഫുട്ബോൾ മത്സരത്തിനിടെ ഗാലറി തകർന്നു വീണുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരെ ആന്റണി ജോൺ MLA സന്ദർശിച്ചു. ആലുവ രാജഗിരി, തൊടുപുഴ ബേബി മെമ്മോറിയൽ, മുതലക്കോടം ഹോളി ഫാമിലി, കോതമംഗലം ബെസേലിയോസ് എന്നീ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരെയാണ് സന്ദർശിച്ചത്. പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, CPIM പല്ലാരിമംഗലം ലോക്കൽ സെക്രട്ടറി MM ബക്കർ, ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. പല്ലാരിമംഗലം പഞ്ചായത്തിലെ അടിവാട് ടൗണിന് സമീപം മാലിക് മീനാർ പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ ഹീറോ യങ്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുട്ബോൾ ഫൈനൽ മത്സരത്തിനിടെയാണ് അപകടമുണ്ടായത്. ഗാലറി തകർന്നു വീഴുകയായിരുന്നു. 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഉടൻ തന്നെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരെ ആന്റണി ജോൺ MLA സന്ദർശിച്ചു. ചികിത്സ പൂർണ്ണമായി ക്ലബ്ബ് അതിൻ്റെ ചെലവ് വഹിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും മറ്റ് വലിയ തോതിലുള്ള ഒരു ഗുരുതരമായ പരിക്കുകളോ അത്തരം പ്രശ്നങ്ങളോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല. ഇവിടെ ക്ലബ്ബ് ഏതായാലും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ തുടർച്ചയായി നടത്തുന്ന ഇടപെടലാണ്. മാതൃകാപരമായി തന്നെയാണ് ക്ലബ്ബ് 27 വർഷക്കാലം, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോവിഡിൻ്റെ വേളയിൽ ഒഴിച്ച് ഏതാണ്ട് 10-20 വർഷക്കാലം ഈ ടൂർണമെൻറ്റ് സജീവമായി ഈ പ്രദേശത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ക്ലബ്ബ് കൂടിയാണ്. ഏതായാലും വലിയ തോതിൽ മറ്റ് പരിക്കുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഇല്ല എന്നുള്ളത് തന്നെ നമ്മെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഏതായാലും ഇപ്പോൾ ഇനി ചികിത്സയിൽ കഴിയുന്ന ആളുകളെയും ഞങ്ങളെല്ലാവരെയും ആശുപത്രിയിൽ പോയി സന്ദർശിച്ചതിന് ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആലുവ രാജഗിരി, തൊടുപുഴ ബേബി മെമ്മോറിയൽ, മുതലക്കോടം ഹോളി ഫാമിലി, കോതമംഗലം ബെസേലിയോസ് എന്നീ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരെയാണ് സന്ദർശിച്ചത്. പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, CPIM പല്ലാരിമംഗലം ലോക്കൽ സെക്രട്ടറി MM ബക്കർ, ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 88 വയസ്സായിരുന്നു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദീർഘനാൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷം വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. ഗുരുതരാവസ്ഥ തരണം ചെയ്ത ശേഷം അപ്രതീക്ഷിതമായാണ് അന്ത്യം. കത്തോലിക്ക സഭയുടെ 266ാമത്തെ പരമാധ്യക്ഷനായിരുന്നു അദ്ദേഹം. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ്. മാർപ്പാപ്പയുടെ വിയോഗത്തിൽ കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 88 വയസ്സായിരുന്നു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദീർഘനാൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷം വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. ഗുരുതരാവസ്ഥ തരണം ചെയ്ത ശേഷം അപ്രതീക്ഷിതമായാണ് അന്ത്യം. ഇന്ത്യൻ സമയം രാവിലെ 11 മണിയോടെയാണ് മാർപ്പാപ്പ ഇഹലോകവാസം വെടിഞ്ഞത്. വത്തിക്കാൻ ഔദ്യോഗികമായി വിവരം ലോകത്തെ അറിയിച്ചു. കത്തോലിക്ക സഭയുടെ 266ാമത്തെ പരമാധ്യക്ഷനായിരുന്നു അദ്ദേഹം. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വ്യക്തിയാണ്. 12 വർഷമാണ് അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നത്. 2013 ബെനഡിക്ട് 16 സ്വമേധയാ സ്ഥാനമൊഴിഞ്ഞതോടെയാണ് അർജന്റീനയിൽ നിന്നുള്ള ഹോർഹെ മരിയോ ബെർഗോഗ്ലിയോ സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതും പാവങ്ങളുടെ പുണ്യവാളനായ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിച്ച് മാർപ്പാപ്പയായി അധികാരമേൽക്കുന്നതും. 12 വർഷത്തെ വാഴ്ചയിൽ സമാധാനത്തിന്റെയും പരിവർത്തനത്തിന്റെയും ദൂതനായി നടത്തിയ പ്രവർത്തനങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ വ്യത്യസ്തനാക്കിയത്. മാർപ്പാപ്പയുടെ വിയോഗത്തിൽ കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിൽ നിന്നും പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയിരിക്കുന്നു. ഈശോ തൻ്റെ ഉത്ഥാനശേഷം ശിഷ്യന്മാരെ അനുഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് പോയതുപോലെ ഉയർപ്പ് ദിനം ലോകത്തിന് ആശീർവാദം നൽകി സമാധാനം ആശംസിച്ച ശേഷമാണ് മാർപ്പാപ്പ കടന്നുപോയിരിക്കുന്നത്. തൻ്റെ ജീവിതം മുഴുവനും
ദൈവത്തിനും ലോകത്തിനും വേണ്ടി ജീവിച്ച വ്യക്തിയാണ്. ഈ ലോകം ദൈവം നൽകിയ വലിയ അവസരമായിട്ട് കരുതി തൻ്റെ ശുശ്രൂഷ കാലഘട്ടം ലോകത്തിന് സമാധാനവും പ്രത്യാശയും നൽകുന്ന കാലഘട്ടമായി തീരുവാൻ വേണ്ടി ഏറെ അധ്വാനിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ സ്വരം ലോകമെങ്ങും പ്രതീക്ഷയോടെ കേട്ടിരുന്നു. അദ്ദേഹം ലോകത്തിൻ്റെ പ്രകാശമായിട്ട് ഈ കാലഘട്ടത്തിൽ അന്ധകാരത്തിൽ പ്രകാശം പരത്തി ജീവിച്ച വ്യക്തിയാണ്. അനേകം പേർക്ക് ആശ്വാസം നൽകുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും ഉപകരിച്ചു എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് യുദ്ധത്തിൽ കെടുതി അനുഭവിക്കുന്നവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, അടിമത്തത്തിൽ കഴിയുന്നവർ, മതപീഡനം അനുഭവിക്കുന്നവരെ അവരെയെല്ലാം ചേർത്ത് നിർത്തുവാൻ മാർപ്പാപ്പ ഏറെ ശ്രദ്ധിച്ചിരുന്നു. ദൈവത്തിൻ്റെ കരുണയുടെ മുഖം മാർപ്പാപ്പയിലൂടെ ലോകത്തിന് ദർശിക്കുവാൻ സാധിച്ചു. ദൈവം സ്നേഹവും കരുണയുമാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ ഈശോയുടെ ആ ശുശ്രൂഷ തുടർന്നുകൊണ്ട് അനേകരെ ദൈവസന്നിധിയിലേക്ക് ആനയിച്ചു. പത്രോസിനോട് ഈശോ പറഞ്ഞതുപോലെ നിന്റെ സഹോദരങ്ങളെ നീ ബലപ്പെടുത്തുക. ആ ദൗത്യമാണ് മെത്രാന്മാർക്കും പുരോഹിതർക്കുമായിട്ട് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ മറ്റുള്ളവരെ ബലപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്ന ഫ്രാൻസിസ് പാപ്പായെ ദൈവതൃക്കരങ്ങളിൽ സമർപ്പിക്കാം. അദ്ദേഹത്തിന് നിത്യസൗഭാഗ്യം പ്രദാനം ചെയ്യണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കോതമംഗലം രൂപതയുടെ പ്രാർത്ഥനകൾ നേരുന്നു. ദൈവം മാർപ്പാപ്പയെ സമർത്ഥമായി അനുഗ്രഹിച്ച് നിത്യസമ്മാനം പ്രദാനം ചെയ്യുന്നു. നെയ്യശ്ശേരി അഗ്രോ ഫുഡ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നവീകരിച്ച ഉൽപാദന ശാഖയുടെയും പുതിയ മെഷീനറികളുടെയും ഉദ്ഘാടനം നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. പി ജി ജോസഫ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നെയ്ശ്ശേരി അഗ്രോ ഫുഡ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നവീകരിച്ച ഉൽപാദന ശാഖയുടെയും പുതിയ മെഷീനറികളുടെയും ഉദ്ഘാടനം നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ ഈ കാലഘട്ടത്തിൽ ധാരാളം നമ്മുടെ പ്രദേശങ്ങളിൽ ആരംഭിക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം സർവൈവ് ചെയ്തു വരാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ആരംഭിച്ച അവരുടെ എല്ലാവരും പ്രധാനപ്പെട്ടവരുടെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാനും അന്നത്തെ ആ ചടങ്ങിൽ പങ്കെടുത്തതാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആരംഭിച്ച ആ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി വളരെ മികച്ച തരത്തിൽ പ്രവർത്തിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളാണ് സത്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പരിധിവരെ കർഷകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് നിർണായകമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. ഇവിടെ പറഞ്ഞതുപോലെ ഒരു കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് ശേഖരിച്ചുകൊണ്ട് പല കാര്യങ്ങളിൽ നമുക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. സർക്കാരിൻ്റെ എല്ലാവിധ പ്രോത്സാഹനവും ഇക്കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ചടങ്ങിൽ PJ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. വളരെ ഫലപ്രദമായി പ്രവർത്തനം നടത്തുന്ന ഈ സൊസൈറ്റിക്ക് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ അംഗീകരിച്ച് തന്നെയാണ് ഗവൺമെൻറ് അങ്ങനൊരു വാഹനം നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രോഡക്ട്സ് എന്താ ചക്കയാണോ മെയിനായിട്ട് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർഷകർക്ക് വലിയ അനുഗ്രഹമായിരിക്കും. ഒരു എന്താണ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കി നമുക്കത്
വിൽക്കാൻ കഴിയും. പലപ്പോഴും പിന്നെ ഇവിടെ മാത്രമല്ല വിദേശത്തും അതിൻ്റെ വിപണിയുണ്ട്. വലിയ തോതിൽ ഇന്ത്യയിൽ നിന്ന് ചക്ക കയറ്റുമതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാർഷികോൽപ്പന്നങ്ങളും അങ്ങനെ ഈ ഉൽപാദനത്തിന് ശേഷം പോസ്റ്റ് ഹാർവസ്റ്റ് ഓപ്പറേഷൻസ് എന്ന് പറയും. പോസ്റ്റ് ഹാർവസ്റ്റ് ഓപ്പറേഷൻസ് ആണ് ഇന്ത്യയിൽ പ്രധാനമായും നടക്കേണ്ടത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ പുതിയ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നുപള്ളി, കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു, കാർഡ്സ് ചെയർമാൻ കെ ജി ആന്റണി, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി സോജൻ, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷേർലി സെബാസ്റ്റ്യൻ, നബാർഡ് DDM അരുൺ M, ഇളംദേശം അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ ആഷ്ലി മറിയാമ്മ ജോർജ്, താലൂക്ക് ഇൻഡസ്ട്രിയൽ ഓഫീസർ ബാബുരാജ് എന്നിവർ ആശംസകൾ അറിയിച്ചു. NAFPCO ചെയർമാൻ KA ജോൺ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ CEO രാജു തോമസ് കൃതജ്ഞത അറിയിച്ചു. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന വിവിധതരം ഉപ്പേരികൾ, അച്ചാറുകൾ, അവലോസ്, അരിയുണ്ട, വിവിധതരം കറി പൗഡറുകൾ, കുത്തരി എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ. സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമാകുവാൻ തൊടുപുഴയിൽ ലുക്ക് അറ്റ് യു ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ ജ്യോതി സൂപ്പർ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ച ലുക്ക് അറ്റ് യു ഫാമിലി സലൂണിന്റെ ഉദ്ഘാടനം ആക്ട്രസും മോഡലുമായ മരിയ വിൻസെന്റ് നിർവഹിച്ചു. സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായി നിങ്ങളെ സുന്ദരിമാരും സുന്ദരന്മാരുമാക്കുവാൻ ലുക്ക് അറ്റ് യു പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ ജ്യോതി സൂപ്പർ ബസാറിൽ ആരംഭിച്ച ലുക്ക് അറ്റ് യു ഫാമിലി സലൂണിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരുപോലെ സേവനങ്ങൾ നൽകുന്നു. ബ്രൈഡ് ഗ്രൂം മേക്കപ്പിനൊപ്പം ക്ലീനപ്പ്, വാക്സിംഗ്, പീൽ ഓഫ് മാസ്ക്, പിമ്പിൾ ട്രീറ്റ്മെന്റ്, പെഡിക്യൂർ, മാനിക്യൂർ, ഹെന്ന ട്രീറ്റ്മെന്റ്, ഹെയർ കളറിംഗ്, ഹെഡ് മസാജ്, ഫേഷ്യൽ, ഇയർ നോസ് സ്റ്റഡിംഗ് തുടങ്ങിയ സേവനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ലുക്ക് അറ്റ് യു ഫാമിലി സലൂണിന്റെ ഉദ്ഘാടനം മോഡലായ മരിയ വിൻസെന്റ് നിർവഹിച്ചു. വെഞ്ചിരിപ്പ് കർമ്മം ഫാദർ കുര്യൻ പുത്തൻപുരയ്ക്കൽ നിർവഹിച്ചു. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ആധ്യാത്മികവും ചരിയുമായ വരദാനങ്ങൾ നൽകി തിരിതാത്മേ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ അങ്ങേ മോഹിപ്പിക്കുവാൻ വേണമേ. അങ്ങേക്കിട്ടുണ്ടാത്തൊന്നും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ. പരസ്നേഹത്തിലും നീതിയിലും സത്യത്തിലും വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങേ പരിപാലനം സംരക്ഷിക്കുകയും വേണമേ. ഈ ഹെയർ സലൂൺ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണം. ഇവിടെ ജോലി ചെയ്യുന്നവരെയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ പ്രസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുവിനെയും അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിത്യപിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും ആകാശം. എല്ലാവിധ ഹെയർ ട്രീറ്റ്മെന്റും സ്കിൻ ട്രീറ്റ്മെന്റും ലുക്ക് അറ്റ് യുവിൽ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഇന്ന് 21 ഏപ്രിൽ 2025 ലുക്ക് അറ്റ് യു ഫാമിലി സലൂൺ എന്ന പേരിൽ ഒരു പുതിയ സംരംഭം ഞങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നിങ്ങളെവരെയും ഞങ്ങളുടെ ഈ സംരംഭത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത് ബ്രൈഡൽ മേക്കപ്പ്, ഗ്രൂം മേക്കപ്പ്, ഫേഷ്യൽ, പെഡിക്യൂർ, മാനിക്യൂർ തുടങ്ങിയ ബ്യൂട്ടി പാർലർ സംബന്ധമായ എല്ലാ വർക്കുകളും വളരെ ഉത്തരവാദിത്തോടും കാര്യക്ഷമതയോടും കൂടി ചെയ്തു തരുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് പ്രധാനമായി അറിയിക്കാനുള്ളത്, ഞങ്ങളുടെ ഓപ്പണിങ്ങിൻ്റെ ഭാഗമായി ഇന്ന് മുതൽ 45 ദിവസം എല്ലാ സർവീസിനും ഏകദേശം 20 to 40% ഓഫർ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങളായ സാഫല്യ ടൂർസ് ആൻഡ് ട്രാവൽസ്,
അതുപോലെ തന്നെ പാരഡൈസ് ജെൻസ് ബ്യൂട്ടി പാർലർ, അതുപോലെ തന്നെ ഞങ്ങളുടെ ടാക്സി സർവീസ് സേവനങ്ങൾ നിങ്ങൾ ഈ വർഷങ്ങളിലെല്ലാം തന്ന സഹകരണത്തിന് നന്ദി പറയുന്നതോടൊപ്പം തുടർന്ന് ഞങ്ങളുടെ ഈ പുതിയ പ്രസ്ഥാനത്തിലേക്കും നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. വർഷങ്ങളായി ജ്യോതി സൂപ്പർ ബസാറിൽ പ്രവർത്തിക്കുന്ന സാഫല്യ ടൂർസ് ആൻഡ് ട്രാവൽസ്, സാഫല്യ ടാക്സി സർവീസ്, സാഫല്യ സ്റ്റഡി എബ്രോഡ്, പാരഡൈസ് ജെൻസ് ബ്യൂട്ടി പാർലർ എന്നീ സ്ഥാപനങ്ങളുടെ സഹോദര സ്ഥാപനമാണ് ലുക്ക് അറ്റ് യു ഫാമിലി സലൂൺ. മൂന്നാർ ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് ശോചനീയാവസ്ഥയിൽ. തകർന്നു കിടക്കുന്ന റോഡ് രോഗികളെ വലയ്ക്കുകയാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനിയും കാലതാമസം വരുത്താതെ ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം. മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി. മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത്. റോഡിൽ നിരവധിയിടങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. തകർന്നു കിടക്കുന്ന ഈ റോഡ് രോഗികളെ വലയ്ക്കുകയാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ തോട്ടത്തൊഴിലാളികളും ആദിവാസികളും അതുപോലെ തന്നെ നിരവധി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലത്തുള്ള ഏക ഒരു ആശ്രയമാണ് ഈ ഫസ്റ്റ് റെഫറൽ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൻ്റെ റോഡ് തന്നെ അതോറിറ്റീസും അതുപോലെ തന്നെ ടാറ്റ ഹൈറേഞ്ച് അല്ലെങ്കിൽ KDHP കമ്പനിയുടെ മേജർ ഇതായിട്ടുള്ളതാണ്. അത് ഇതുവരെയായിട്ട് നന്നാക്കാൻ പറ്റിയിട്ടില്ല. തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഇരുചക്ര വാഹന യാത്രികരും മറ്റ് ചെറുവാഹനങ്ങളും ഏറെ പ്രയാസം അനുഭവപ്പെട്ടാണ് കടന്നു പോകുന്നത്. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളുമുണ്ട്. மூணார் டவுனில் இருக்கக்கூடிய ஜெனரல் ஹாஸ்பிட்டல் GH என்று அழைக்கக்கூடிய ஜெனரல் ஹாஸ்பிட்டல் ரோடு தகர்ந்துட்டு வருஷங்களாச்சு. இங்கே இருக்க லோக்கல் பொதுமக்களும் எஸ்டேட்டில் இருக்க தோட்டம் தொழிலாளி மக்களும் ஆதிவாசி மக்களும் இங்கே ஒரு எமர்ஜென்சி ஃபஸ்ட் எய்டுக்கு வரணும்னா ரொம்ப கஷ்டப்பட்டு வர வேண்டியதாக இருக்குது. ஒரு வண்டியில் இங்கே வரணும்னா 1 மணி நேரத்துக்கு மேலே ஆகுது இந்த ஹாஸ்பிட்டல் வர்றதுக்கும். ரோடு தகர்ந்து ரொம்ப இதாக இருக்குது. மழை காலத்துலேயும் இந்த வெயில் காலத்துலேயும் நமக்கு வண்டியில் வர்றதுக்கு ரொம்ப கஷ்டமான ஒரு சூழ்நிலை இருக்குது. உடனடியாக இந்த ரோடை சரி செய்ய வேண்டும் என்று கேட்டுக்கொள்கிறேன். മൂന്നാറിലേക്ക് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചികിത്സയ്ക്ക് ഹൈറേഞ്ച് ആശുപത്രിയിൽ എത്താറുണ്ട്. ഇവരൊക്കെയും തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കണം. ഇനിയും കാലതാമസം വരുത്താതെ ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം. മഹാകുംഭമേള ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാറിയെന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്. തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ സ്വീകരണത്തിന് ശേഷം നടന്ന സത്സംഗമത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ മഹാകുംഭമേളയിൽ പങ്കെടുത്തവർക്ക് മംഗളപത്രം നൽകി. അന്നപൂർണേശ്വരി ക്ഷേത്രം മേൽശാന്തി കൈതപ്രം നാരായണൻ നമ്പൂതിരി സ്വാമിയെ പാദപൂജ നടത്തി. കാഞ്ഞിരമറ്റ മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തി ദിലീപ് വാസുദേവൻ നമ്പൂതിരി പൂർണ്ണകുംഭം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു.
കോടിക്കണക്കിന് ഹിന്ദുക്കൾ സംഗമിച്ച മഹാകുംഭമേള ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാറിയെന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദബനം ഭാരതി മഹാരാജ് തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ സ്വീകരണത്തിന് ശേഷം നടന്ന സത്സംഗത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ളവർ അവിടെ എത്തിച്ചേർന്നു. ഇക്കുറി കുംഭമേളയിൽ കേരളത്തിൽ നിന്ന് പൂർണ്ണ പങ്കാളിത്തമുണ്ടായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് മഹാകുംഭമേളയിൽ പങ്കെടുത്തവർക്ക് മംഗളപത്രം നൽകി. അന്നപൂർണേശ്വരി ക്ഷേത്രം മേൽശാന്തി കൈതപ്രം നാരായണൻ നമ്പൂതിരി സ്വാമിയെ പാദപൂജ നടത്തി. കാഞ്ഞിരമറ്റ മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തി ദിലീപ് വാസുദേവൻ നമ്പൂതിരി പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. സ്വാമി അയ്യപ്പദാസ് അധ്യക്ഷത വഹിച്ചു. RSS വിഭാഗ് സംഘചാലക് KN രാജു, തപസ്യ കലാസാഹിത്യവേദി സംസ്ഥാന സമിതി അംഗം VK ബിജു, മഹാകുംഭമേള സത്സംഗ സമിതി തൊടുപുഴ ചെയർമാൻ KN വേണുഗോപാൽ, ജനറൽ കൺവീനർ KN കൃഷ്ണകുമാർ, കൺവീനർ S പത്മഭൂഷൺ എന്നിവർ പ്രസംഗിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ സ്വാമിയെ ക്ഷേത്രം മേൽശാന്തി മുരളി പോറ്റി പൂർണ്ണ കുംഭം നൽകി ആദരിച്ചു. ക്ഷേത്രം മാനേജർ B ഇന്ദിര, KR വിജയകുമാർ, ക്ഷേത്രം ജീവനക്കാരായ KR മോഹൻദാസ്, രതീഷ് ഇന്ദുചൂടൻ മുതലായവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ആനക്കൂട് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർമാൻ K ദീപകിന് സ്വീകരണം നൽകി. ഇതോടൊപ്പം ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി. യോഗം നഗരസഭാ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് TK സുധാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. തൊടുപുഴ നഗരസഭ 1-ാം വാർഡിലെ 100ഓളം കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയായ ആനക്കൂട് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർമാൻ K ദീപകിന് സ്വീകരണവും ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും നടത്തി. യോഗം നഗരസഭാ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ എന്ന നിലയിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് മറ്റ് സ്വകാര്യമായ കാര്യങ്ങളിൽ നിന്ന് പോലും മാറി നിന്നുകൊണ്ട് മുഴുവൻ സമയം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചെയർമാനായിട്ട് ഞാനിവിടെ തുടരുമെന്നാണ് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാം. കാരണം നഗരസഭയെ സംബന്ധിച്ച് പറയുമ്പോൾ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു ദീർഘമായി കടന്നു പോകുന്നില്ല, വലിയൊരു ക്ലാസ്സൊക്കെ ഇവിടെ നടക്കാറുള്ളതാണ്. നഗരസഭ കുറേ നാളായി സുസ്ഥിരമായ ഒരു ഭരണമില്ലാതെ അങ്ങനെ ഒരു സംവിധാനത്തിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് സംവിധാനമാണോ ഒരു ഭരണസമിതിക്ക് അതിനൊരു നല്ല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഭൂരിപക്ഷമില്ലാത്ത ഒരു നഗരസഭയിലെ അംഗമായി പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 4 വർഷക്കാലങ്ങളിൽ ഭൂരിപക്ഷമില്ലാത്ത ഒരു ഭരണസമിതി എന്ന നിലയിൽ ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിൽ പങ്കാളിയായി ഞാനും അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. പക്ഷേ ചുരുങ്ങിയ ചില സമയങ്ങൾ കൊണ്ട് നമുക്ക് അത്ഭുതമൊന്നും സാധിക്കാനല്ലേ നടത്താൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ തുടങ്ങി വച്ചിട്ടുള്ള അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങൾ അത് പൂർണ്ണമായും നടപ്പിലാക്കാൻ അതിനൊരു കാലതാമസം ഉണ്ടാവുകയില്ല. അതിൽ ഉദ്യോഗസ്ഥരെയെല്ലാം വളരെ പ്രാപ്തരാണ്. താനും അവരെ സജീവമായി രംഗത്തിറക്കുന്നതിനും ആ കാര്യങ്ങൾ ചെയ്യിക്കുന്നതിനും ആ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ ശ്രമിക്കുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അസോസിയേഷൻ പ്രസിഡന്റ് TK സുധാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AA സുകുമാരൻ സ്വാഗതവും കൗൺസിലർ രാജി അജേഷ് ആശംസയും അർപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാനെ പൊന്നാട അണിയിച്ചും മൊമെന്റോ നൽകിയും പ്രസിഡന്റ് TK സുധാകരൻ നായർ ആദരിച്ചു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസിന് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആൽബിൻ ഷാജി, വിദ്യാലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. അഡ്വക്കേറ്റ് പ്രവീൺ കൃതജ്ഞതയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് മങ്ങാട്ടുകവലയിൽ നിന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണം നടന്നു. നിരവധി വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു.
ചേട്ടാ നോക്കണം, ഞാൻ മോറപ്പെടുത്താം. പ്രതീക്ഷ എടുത്തോണ്ടിരിക്കും. ആ ആ ആ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ, കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കടത്തിൽ എന്നിവർ അനുശോചനം അർപ്പിച്ചു. പഴയ ആലുവ മൂന്നാർ റോഡ് സംബന്ധിച്ച തുടർ നടപടികൾക്കായി വനം വകുപ്പിനെ തന്നെ അന്വേഷണ സമിതിയായി നിയോഗിച്ചതിന്റെ വിമർശനവുമായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ സെമിനാർ സംഘടിപ്പിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം താലൂക്കിലെ അടിവാട് ഫുട്ബോൾ മത്സരത്തിനിടെ ഗാലറി തകർന്നവരുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരെ ആന്റണി ജോൺ MLA സന്ദർശിച്ചു. മൂന്നാർ ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് ശോചനീയാവസ്ഥയിൽ. കാലതാമസം വരുത്താതെ ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.